എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിനും അപേക്ഷയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള അവസാന തീയതി മെയ് 31 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് മെയ് 31 വൈകിട്ട് 5 മണി വരെ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അതായത് ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതുപോലെ ഏതൊക്കെ സ്കൂളുകൾ കോഴ്സുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും, അതുപോലെ തന്നെ SSLC റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ട് എങ്കിൽ മാത്രം, അതായത് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഗ്രേഡ് ഇപ്പോൾ ഉദാഹരണത്തിന് എ ഗ്രേഡ് A+ ആയി എന്ന് കരുതുക. അങ്ങനെ എ ഗ്രേഡ് A+ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതേസമയം നിങ്ങൾ എ ഗ്രേഡാണ് A+ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ച് അപ്ലൈ ചെയ്തപ്പോൾ C+, അല്ലെങ്കിൽ B+, BO, CO ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ആ ഒരു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേഡ് ആഡ് ചെയ്ത് കൊടുക്കുക, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുകയും, അതുപോലെ വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയും, അതുപോലെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന സ്കൂളുകളായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒറ്റൊരു ഓപ്ഷനോ 2 ഓപ്ഷനോ മാത്രം കൊടുക്കരുത്. നിങ്ങളൊരു 10 ഓപ്ഷനെങ്കിലും മിനിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കണം, സ്കൂളുകളും കോഴ്സുകളുമായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി ഫസ്റ്റ് തന്നെ സയൻസ് ഗ്രൂപ്പിൽ എല്ലാ സ്കൂളുകളും നൽകണം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് സയൻസ് ഗ്രൂപ്പ് എല്ലാ സ്കൂളും കൊടുത്ത ശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. അതിനുശേഷം പിന്നീട് എല്ലാ സ്കൂളും കൊമേഴ്സ് കൊടുക്കുക. ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസും കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് തരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് കരുതുക. അതായത് ഇപ്പോൾ 10 ഓപ്ഷൻസ് ആണ് കൊടുത്തത് എന്ന് കരുതുക. എനിക്കിപ്പോൾ അതായത് ഈ ഒരു 10 ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ, ഇതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പിന്നീട് ഡിലീറ്റ് ആവും. പിന്നീട് അടുത്ത അലോട്ട്മെന്റിനായിട്ട് പരിഗണിക്കുക ഈ ഒരു മുകളിലുള്ള ഓപ്ഷനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് ആ ഒരു കിട്ടിയ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ എനിക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഹയർ ഓപ്ഷൻ എനിക്ക് ഇതാണ്, 1ാമത്തെയാണ് സയൻസ്, അവിടെയാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും ആയിരിക്കണം മുൻഗണനാക്രമത്തിൽ 1, 2, 3 ഈ ഒരു രീതിയിൽ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് കൊടുക്കും, പക്ഷെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് പഠിക്കാനാണ് താല്പര്യമുണ്ടാകുക. അപ്പോൾ ആ ഒരു 1ാമത്തെ ഓപ്ഷൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തരാൻ പറ്റുമോ, പിന്നീട് 2ാമത്തെ തരാൻ പറ്റുമോ, പിന്നീട് 3ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, 4ാമത്തെ തരാൻ പറ്റുമോ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു അലോട്ട്മെന്റിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് ഓപ്ഷൻ നൽകുന്നത്, അതുപോലെ ഫസ്റ്റ് മുതൽ ആദ്യം മുതൽ നൽകുന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിലും പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സുമായിരിക്കണം കൊടുക്കേണ്ടത്. സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് മറ്റ് കോഴ്സുകൾ സ്കൂളുകളിൽ കൊടുക്കാനായിട്ട് പാടില്ല. ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പോൾ 5 സ്കൂളുകളാണ് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആദ്യത്തെ 5 സ്കൂളിലും സയൻസ് ആണ്, അതായത് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ സ്കൂളിലും ഞാൻ സയൻസ് ആണ്, ബയോളജി സയൻസ് ആണ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആദ്യം ബയോളജി സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സ്കൂളും കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളോട് പറയാൻ കാരണം, പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അതായത് ചില സമയത്ത് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാ സ്കൂളും സയൻസ് കൊടുക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. പിന്നീട് ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടില്ല, പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫറോ ഒക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് തേർഡ് ട്രാൻസ്ഫറാണ് സാധാരണ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നൽകുമ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സുകളും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ഇൻവാലിഡ് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് എന്നിങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അല്ലെങ്കിൽ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഫോർഗോട്ട് ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ തന്നെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് റിക്കവർ ചെയ്യുന്നതിനായിട്ട് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത്
ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ നൽകിയ ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് OTP വന്നു കഴിഞ്ഞാൽ OTP കൊടുക്കുക. OTP കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള പേജ് വരും. അവിടെ 2 തവണ നിങ്ങളുടെ ആ ഒരു സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ ലോവർ കേസ് കൊടുക്കണം. അപ്പോൾ ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റാർ, അതുപോലെ തന്നെ ഹാഷ്, അതുപോലെ തന്നെ മറ്റേ ഇതുപോലുള്ള എയറോ സിംബൽസ് അതുപോലുള്ളവയാണ് സ്പെഷ്യൽ ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്പർ ആഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്പർ എന്ന് പറയുന്നത് ഈ 1, 2, 3 ആ ഒരു രീതിയിലുള്ള അതാണ് നമ്പർ. ഈ ഒരു രീതിയിൽ 8 ക്യാരക്ടറാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പേര് എന്ന് പറയുന്നത് അമൽ എന്നാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു അമൽ എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ പാസ്വേഡ് കൊടുക്കാം. അതായത് ഈ ഒരു അമൽ 1 2 3 ഹാഷ് എന്നോ അല്ലെങ്കിൽ 1 2 ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അമൽ സ്റ്റാർ 1 2 3 എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പാസ്വേഡ് ആയിരിക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു പാസ്വേഡ് ആയിരിക്കണം. അതുപോലെ ഈ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കയ്യിലില്ലാത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ജാതി അതുപോലെ തന്നെ കാറ്റഗറി എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പൻഡിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അതിൽ കട്ടിയിൽ കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾ ഇയവ തിയ ബില്ലാവ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ETB എന്നാണ് വരിക. അതുപോലെ മുസ്ലിം ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി മുസ്ലിം എന്നുള്ളതാണ് വരിക. അതായത് മുസ്ലിം കാറ്റഗറിയും അതുപോലെ ഏതൊരു കാറ്റഗറിയും OBCയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു അപ്പൻഡിക്സ് 2 എന്നുള്ളതിൽ നോക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും ഒന്നുമില്ല. അതുപോലെ നിങ്ങൾക്കൊരു ഓപ്ഷൻസും ഇനി പിന്നീട് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനില്ല. അതുപോലെ SSLC റീവാലുവേഷന് ശേഷം കൂടിയ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ മാർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കൂടിയതാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊക്കെ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിവ്യൂ പേജ് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് ഒരു 2 തവണയെങ്കിലും വായിച്ച് നോക്കുക. പിന്നീട് യാതൊരു വിധത്തിൽ എഡിറ്റും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ 2 തവണ വായിച്ച് നോക്കാൻ പറയുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നോക്കിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ബോണസ് പോയിന്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബോണസ് പോയിന്റിനായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തിനൊക്കെ ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ബോണസ് അല്ല, ഈ ഒരു ടൈ ബ്രേക്കിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ NTSC, NMMSC, USS, LSS പരീക്ഷകളിലെ മികവ്, കലാകായിക മത്സരങ്ങൾ, സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള എന്നിവയിൽ നിങ്ങൾക്ക് ഏത് തരത്തിലും നിങ്ങൾക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രോസ്പെക്ടസിൽ 19ാമത്തെ പേജ് മുതൽ കറക്റ്റായിട്ട്, അത് 18ാം പേജ് മുതൽ കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ നൽകുക. അപേക്ഷ എഡിറ്റ് ചെയ്യുക. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് നോക്കിയ ശേഷം പിന്നീട് മാറ്റങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ, ഇനി യാതൊരു വിധത്തിൽ എഡിറ്റും ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് 2 തവണ പ്രിവ്യൂ പേജ് വായിച്ച് നോക്കിയിട്ട് ഒരു മാറ്റം ആവശ്യമില്ലെങ്കിൽ കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ആദ്യം ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണാമായിരുന്നു. അപ്പോൾ പിന്നീട് ഈ ഒരു കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ പിന്നീട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.